അടുത്തതായി ഡോക്ടർ അജയ് ശേഖർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ശിവഗിരിയിലെ ഈ തീർത്ഥാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ലഭിച്ച ഈ അവസരത്തിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ അഭിവന്ദ്യരായിട്ടുള്ള സ്വാമിമാരും അതുപോലെ ജനപ്രതിനിധികളും മന്ത്രിമാരും MLA-മാരും ഒക്കെ തന്നെ അവരൊക്കെ ഊന്നി പറഞ്ഞ സംഘടനയുടെ പ്രാഥമികത, സംഘടനയിലൂടെ അല്ലാതെ നാം ശക്തരാവുകയില്ല എന്ന വസ്തുത കേരളത്തിൻ്റെ ആധുനികതയുടെ ഭാഗമായി നവോത്ഥാന സാംസ്കാരിക വിപ്ലവങ്ങളുടെ ഭാഗമായി ഈ മണ്ണിൽ ഉറപ്പിച്ചത് നാരായണ ഗുരുവാണ് എന്ന പ്രാഥമിക വസ്തുത നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പം അതുതന്നെ ഈ 100 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ അവസ്ഥയിൽ സംഘടനയെക്കുറിച്ച് പുനരാലോചന ചെയ്യുവാനും നമ്മളെക്കുറിച്ച് തന്നെ ആത്മവിചിന്തനവും ആത്മവിചാരണയും ചെയ്തുകൊണ്ട് നമ്മുടെ തെറ്റുകളെയും പിഴവുകളെയും തിരുത്തുവാനും ഉള്ള ഒരു അവസരവും കൂടിയാണ് 21ാം നൂറ്റാണ്ടിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടന സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ തന്നെ ഗുരുവിൻ്റെ അടിസ്ഥാന സന്ദേശമായിട്ടുള്ള മാനവികത, മതേതര ചിന്ത, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ വിദ്യാഭ്യാസ സന്ദേശം, സംഘടനാ സന്ദേശം തുടങ്ങിയ ആദിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള പഞ്ചശുദ്ധികളും പഞ്ചധമ്മങ്ങളും ബുദ്ധൻ്റെ പഞ്ചശീലം എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് അദ്ദേഹം വികസിപ്പിച്ച, ആദരണീയനായ MLA തന്നെ ഇവിടെ ഊന്നിപ്പറഞ്ഞു, ബുദ്ധൻ്റെ പഞ്ചശീലത്തിൽ നിന്ന് വികസിപ്പിച്ച ആ പഞ്ചധമ്മങ്ങൾ, ബുദ്ധൻ്റെ ആ മഞ്ഞ, പ്രിയപ്പെട്ട ആ മഞ്ഞ വസ്ത്രം, ബോധോദയത്തിൻ്റെ സിമ്പലായിരിക്കുന്ന, അടയാളമായിരിക്കുന്ന മഞ്ഞ വസ്ത്രത്തെ, പീതാംബരത്തെ എടുത്തുകൊണ്ട് ബുദ്ധൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ തന്നെ നിറമായിട്ടുള്ള, പ്രത്യേകിച്ചും ബുദ്ധൻ്റെ ജ്ഞാനോദയത്തിൻ്റെ ബോധോദയത്തിൻ്റെ അടയാളമായിട്ടുള്ള ആ മഞ്ഞയെ അദ്ദേഹം കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ശ്രീനാരായണീയരുടെയും അല്ലെങ്കിൽ പ്രബുദ്ധരായ ജനങ്ങളുടെയും ഒക്കെ തന്നെ അടയാളമാക്കി അദ്ദേഹം തീർത്ഥാടനത്തിൻ്റെ അടയാളമാക്കി മാറ്റുകയാണ്. ശ്രീ ജി പ്രിയദർശൻ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഉന്നയിച്ച ഒരു യുക്തി എന്ന് പറയുന്നത് പ്രബുദ്ധരായിരിക്കുന്ന ജനങ്ങളെ വീണ്ടും പ്രബുദ്ധരാവുക എന്ന് പറയേണ്ടതില്ല. നാരായണ ഗുരുവാണ് പറഞ്ഞത്. ഇപ്പോൾ ഈഴവർ എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയല്ല, ഹിന്ദുമതത്തിലെ ഒരു ജാതി വിഭാഗമല്ല, മറിച്ച് കേരളത്തിലെ അടിസ്ഥാന ജനതയാണ് എന്ന് ഡിഫൈൻ ചെയ്തത്, വ്യാഖ്യാനിച്ചത്, നിർവചിച്ചത് തന്നെ, മാനവികമായി നിർവചിച്ചത് തന്നെ നാരായണ ഗുരുവാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ജാതിയെ നശിപ്പിക്കുക, മതത്തെ വ്യക്തികാര്യമാക്കുക, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന അഭിപ്രായമാണ്. അഭിപ്രായം നമ്മുടെ അനുഭവവും നിലപാടുകളും സാഹചര്യങ്ങളും അനുസരിച്ച് തിരുത്തുകയും മാറ്റത്തിന് വിധേയവുമാണ്. അനിത്യതയുടെ ഒരു തത്വചിന്ത, സമുദയവാദത്തിൻ്റെ തത്വചിന്ത, അതിൻ്റെ അടിത്തറയിലായിരുന്നു യഥാർത്ഥത്തിൽ പ്രബുദ്ധത ഉണ്ടായത്. ഇന്ത്യയുടെ, ഏഷ്യയുടെ വെളിച്ചം, പ്രബുദ്ധത ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ അനിത്യവാദത്തിൻ്റെയും സമുദയവാദത്തിൻ്റെയും സിദ്ധാന്ത അടിത്തറയിലായിരുന്നു. അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീബുദ്ധനാണ്. ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന, നമ്മൾ പുത്തർ എന്ന് വിളിക്കുന്ന, തമിഴകത്ത് പുത്തര് അല്ലെങ്കിൽ പുത്തരച്ഛൻ എന്ന് മാവേലിക്കരയിലും കായംകുളത്തുമൊക്കെ വിളിക്കുന്ന ആ 2600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകചിന്തകനാണ് യഥാർത്ഥത്തിൽ ഈ സമുദയവാദം എന്ന് പറയുന്ന ഒന്നിച്ചുള്ള ഉയർപ്പ്. നാം ആരും വേറിട്ടല്ല നിലനിൽക്കുന്നത്, നമ്മുടെ അസ്തിത്വവും വേറിട്ടല്ല, നമുക്ക് മാനുഷികമായ ജൈവികമായ ബന്ധങ്ങളാണ് മറ്റു മനുഷ്യരുമായിട്ടും പ്രകൃതിയുമായിട്ടും ചരാചര പ്രപഞ്ചവുമായിട്ടുമുള്ളത്. ആ പ്രപഞ്ച മൈത്രിയുടെ പരസ്പര ബന്ധുത്വത്തിൻ്റെ ഒരു സന്ദേശം, അതിനെയാണ് സമുദയവാദം എന്ന് പറയുന്നത്. ആ സമുദയവാദത്തിൽ നിന്നാണ് ഗുരുവിൻ്റെ സമുദായം എന്ന ഒരാശയം തന്നെ അദ്ദേഹം 2500 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം രൂപീകരിച്ചത്. മൈത്രി എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹം ഈ സാഹോദര്യം, വിശ്വസാഹോദര്യം, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇത് ഓർക്കുകില്ലാം, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, തെല്ലും കൃപയറ്റ് ഭുജിപ്പവതും
എന്ന് അദ്ദേഹം ജീവകാരുണ്യ പഞ്ചകത്തിൽ എഴുതിയത്. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്, കൊല്ലായികിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തിനു തുല്യനവൻ എന്ന് കൊല്ലുന്ന എല്ലാ ഭീകരജീവികളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത്, ദൈവങ്ങൾ പോയിട്ട് മനുഷ്യര് പോലും ആകുന്നില്ല, മൃഗത്തെക്കാളും മോശപ്പെട്ട ഒരു ഹിംസ്ര മൃഗത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ഒരു പേപ്പട്ടിയുടെ അവസ്ഥയാണ്. അതാണ് മൃഗത്തിനു തുല്യനവൻ. ഇത് അസന്നിഗ്ധമായി ജീവകാരുണ്യ പഞ്ചകത്തിലാണ് 1913-14 കാലത്ത് എഴുതിയ ജീവകാരുണ്യ പഞ്ചകത്തിലാണ് അസന്നിഗ്ധമായി കൊലപാതകിയുടെ നേതൃത്വം അല്ലെങ്കിൽ ദൈവത്വം പോയിട്ട് മനുഷ്യത്വത്തെ പോലും പരിപൂർണമായും അദ്ദേഹം വിമർശിച്ച് നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ എന്നാണ് ചാതുർവർണ്ണത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചത്. വിരാട് പുരുഷൻ എന്ന് പറയുന്ന ബ്രഹ്മത്തെ ഒരു പുരുഷനായി സങ്കല്പിക്കുകയും ആ പുരുഷന്റെ മുഖത്തുകൂടി ബ്രാഹ്മണരുണ്ടാവുകയും ചെയ്യുന്ന ഈ പദ്ധതി, അല്ലെങ്കിൽ വൈദിക പുരുഷ സൂക്തം എന്ന് പറയുന്ന ഋഗ്വേദത്തിലെ ആ 10ാം മണ്ഡലമായ പുരുഷ സൂക്തത്തിൽ പറയുന്ന ഈ പരിപാടി, ചാതുർവർണ്ണികളുടെ ഉത്ഭവം ഇതെന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയോ? വൈശ്യന് ആ തുടകളിൽ കൂടെ വരുന്നതിലും ഭേദം മുതുകത്തുകൂടെ പുറത്തു ചാടുന്നതല്ലായിരുന്നോ എന്ന് വളരെ യുക്തിയുക്തമായി ചോദിച്ചത്. അപ്പൊ ഈ ബഹുജനങ്ങളായിട്ടുള്ള അവർണരും സ്ത്രീകളും, സ്ത്രീകളെക്കുറിച്ച് ഈ വൈദിക പുരുഷ സൂക്തത്തിൽ യാതൊരു പരാമർശവുമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എന്താണ്? അപ്പോൾ അവർണരായിട്ടുള്ള ബഹുജനങ്ങൾ, സഹോദര മതസ്ഥരായിട്ടുള്ള ഹിന്ദുത്വം മ്ലേച്ഛരായി കാണുന്ന ബഹുജനങ്ങൾ, സ്ത്രീകൾ, എല്ലാ വർണ്ണജാതികളിലും പെട്ട സ്ത്രീകൾ, അദ്ദേഹം നേരത്തെ തന്നെ അത് വിശദീകരിച്ചു. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ജനനി നവരത്ന മഞ്ജരി എഴുതി ഈ ശാരദാ പ്രതിഷ്ഠ നടത്തി. അപ്പൊ നമുക്കറിയാം, സ്ത്രീകളിലൂടെയാണ് മനുഷ്യരുടെ ജന്മം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ത്രീത്വത്തെ തന്നെ നിരാകരിക്കുന്ന, മനുഷ്യന്റെ പ്രൊക്രിയേഷൻ എന്ന് പറയുന്ന പ്രജനനത്തെ തന്നെ നിരാകരിക്കുന്ന ഈ ബ്രാഹ്മണിക പൗരോഹിത്യ ആൺകോയ്മയുടെ ആഭാസത്തെ CV കുഞ്ഞിരാമനൊക്കെ നമ്മുടെ TKയുടെ ദേശാഭിമാനിയിൽ എഴുതിയതാണ്. ഈ മനുസ്മൃതിയുടെ ആഭാസമതം നമുക്ക് വേണ്ട. അതിനെക്കുറിച്ചൊക്കെ വലിയ വിപുലമായിട്ടുള്ള സംവാദങ്ങൾ മതത്തെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും ഒക്കെ തന്നെ TK അടക്കം CV കുഞ്ഞിരാമൻ അടക്കം ആരാമൺ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിനെ തുടർന്നാണ്, CV-യുടെ മഞ്ഞപ്പുസ്തകം അച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിനെ തുടർന്നാണ് സർ CP-യുടെ 36-ലെ ക്ഷേത്രപ്രവേശന വിളംബരം വരികയും എല്ലാവരെയും ക്ഷേത്രത്തിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്ന ഹൈന്ദവീകരണത്തിന്റെ ഒരു പദ്ധതി സാധ്യമായത് എന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ വിപുലമായ ഗുരുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും ഒക്കെ നടത്തിയ വിപുലമായ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പോരാട്ടങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ സൂചിതമായ വൈക്കം പോരാട്ടത്തിൻ്റെ കർത്തൃത്വം 24-ൽ തുടങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തെ വഴിതടഞ്ഞതാണ് 20കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തെ വെല്ലൂർ മഠത്തിലേക്ക് പോകുന്ന വഴിക്ക് ഗുരുദേവന്റെ റിക്ഷാവണ്ടി, ഇവിടെ കാണിച്ചിരിക്കുന്ന ആ റിക്ഷാവണ്ടി, വൈക്കം യൂണിയനിലും ഒരു റിക്ഷാവണ്ടിയുടെ ഇൻസ്റ്റലേഷനും അതവിടെ തടയപ്പെട്ടു. ഇണ്ടന്തുരുത്തിയുടെ കാവലാളുകളാണ്, ഇണ്ടന്തുരുത്തി നമ്പ്യാതിരി എന്ന് പറയുന്ന ബ്രാഹ്മണിക ക്ഷത്രിയ ഭരണാധികാരിയുടെ കാവലാളുകളാണ് അത് ചെയ്തത്. ഗുരുവിനെ അറിയാഞ്ഞിട്ടല്ല. 1905-ൽ അവിടെ കോട്ടയം പേഷ്കാർ ശങ്കരമേനോൻ അവിടെ ഒരു തീണ്ടൽ പലക കൊണ്ട് സ്ഥാപിച്ചു. അവർണർക്ക് ആ വഴി സഞ്ചരിക്കാൻ വകുപ്പില്ല എന്ന് വരുത്തി തീർത്തു. മലയാളി മെമ്മോറിയലിലെ നമുക്കറിയാം 1890-കളിലെ മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരനാണ് മിസ്റ്റർ ശങ്കരമേനോൻ. അദ്ദേഹം പണി കിട്ടിയപ്പോൾ മലയാളി മെമ്മോറിയലിന്റെ ഭാഗമായി ഡോക്ടർ പൽപ്പു അടക്കം അർത്ഥവും സമയവും തന്റെ തുല്യവും ചാർത്തിക്കൊടുത്ത് ഒപ്പിട്ടുകൊടുത്ത് സാധ്യമാക്കിയ മലയാളി മെമ്മോറിയലിലൂടെ ഏതാനും നയന്മാർക്ക് മാത്രമാണ് പണി കിട്ടിയത് എന്ന് നമുക്കറിയാം. അപ്പൊ ആ പണി കിട്ടിയപ്പോൾ ശങ്കരമേനോൻ ആദ്യം ചെയ്തത് 1905-ൽ കോട്ടയം പേഷ്കാറായി വന്നപ്പോൾ തന്നെ വൈക്കത്തും തിരുനക്കര അടക്കമുള്ള നിരവധി അമ്പലങ്ങളിലൊക്കെ മഹായാന വിഹാരങ്ങളായിരുന്നു. പ്രബുദ്ധമായ അശോകൻ സംഘാരാമങ്ങളും കാവുകളും പള്ളികളുമായിരുന്നു, മായാന പള്ളികളായിരുന്നു. ഇതിനെയാണ് 1539-ലാണ് വൈക്കം എന്ന് പറയുന്ന വിപുലമായ
മഹായാന ബൗദ്ധ പള്ളിയെ, സംഘാരാമത്തെ ഒരു ഹൈന്ദവ ശൈവ ക്ഷേത്രമാക്കി മാറ്റിയത്. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ ചരിത്ര പഠിതാക്കളും, സ്റ്റെല്ല ക്രാംബ്രിഡ്ജ് അടക്കമുള്ള വിദേശ വനിതകൾ, പ്രാദേശിക ചരിത്രകാരരായിട്ടുള്ള ദലിത് ബന്ധു എൻഗേജോസ് അടക്കമുള്ള പ്രാദേശിക ചരിത്ര വ്യക്തിത്വങ്ങൾ, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള വിഷയികൾ, ഇവർക്കൊക്കെ തന്നെ വളരെ വ്യക്തമായി ഞങ്ങളൊക്കെ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ദ്രാവിഡ ആൻഡ് കേരള ഇൻ ദി ആർക്കിടെക്ചർ ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകത്തിൽ സ്റ്റെല്ല ക്രാംബ്രിഡ്ജ് എന്ന യൂറോ അമേരിക്കൻ ഗവേഷകയാണ് ഈ 1539 വൈക്കത്തെ ഒരു ശൈവ ക്ഷേത്രമായി, ഹൈന്ദവ ബ്രാഹ്മണിക ക്ഷേത്രമാക്കി മാറ്റിയത്. അതിനകത്താണ് പനച്ചിക്കൽ കാവ് നിൽക്കുന്നത്. അതിന് തുടർച്ചയിലാണ് കാലാക്കൽ കാവ് നിൽക്കുന്നത്. ബൗദ്ധമായ ഒരു സംഘാരാമം, അതായത് ചങ്ങരം അല്ലെങ്കിൽ ഒരു വലിയ കാവുകളുടെ ശൃംഖല ആയിരുന്നു അത്. അപ്പൊ അതുകൊണ്ടാണ് വെല്ലൂർ മഠം 1920കളുടെ തുടക്കത്തിൽ തന്നെ ഗുരുദേവൻ വൈക്കത്ത് വടയാറ്റിൽ, തലയോലപ്പറമ്പിനടുത്ത് വടയാറ്റിൽ വന്നപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, നമുക്ക് അവിടെ ഒരു സ്ഥലം വാങ്ങിയെടുക്കണം. മുസ്ലിം വ്യാപാരിയായിട്ടുള്ള പരീത് പച്ചക്കണ്ണ്, അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ധനം സമാഹരിച്ച്, ശിഷ്യരിലൂടെയും മറ്റും ധനം സമാഹരിച്ച് അദ്ദേഹം 1920കളുടെ തുടക്കത്തിൽ തന്നെ അവിടെ 3 ഏക്കറോളം സ്ഥലം സ്വന്തമാക്കി. ഇന്നും നാരായണ ഗുരു എന്ന പേരിലാണ് നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കരം ആ ഭൂനികുതി അടയ്ക്കുന്ന റെസിപ്റ്റിൽ എഴുതുന്നത്. ഇന്നും ഗുരുദേവന്റെ പേരിലാണ് ആ ഇന്നത്തെ ആശ്രമം പള്ളിക്കൂടം എന്ന് പറയുന്ന SNDPയുടെ ആശ്രമം പള്ളിക്കൂടം, വൈക്കത്തെ വെല്ലൂർ മഠമാണ് ആശ്രമം പള്ളിക്കൂടമായി മാറിയത്. ഇവിടെ ശ്രീ പിന്നെ നമ്മുടെ പ്രിയദർശൻ സാർ തന്നെ വിശദീകരിച്ചു, വെട്ടൂർ എന്ന ഈ സമീപ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ രാപ്പള്ളിക്കൂടം തുടങ്ങിയത്. കുറവർക്കും ദലിത സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള രാപ്പള്ളിക്കൂടങ്ങൾ, അതിന്റെ ചരിത്രം വളരെ വിപുലമായി പോവുകയാണ്. ഇപ്പോ ആറാട്ടുപുഴയുടെ 150ാം ചരമവാർഷികമാണ് ഇപ്പൊ അടുത്ത ദിവസം. ജനുവരി ആദ്യ വാരത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനവും അദ്ദേഹത്തിന്റെ വധവും ചരമവും നടന്നിട്ടുള്ളൂ. ആറാട്ടുപുഴയുടെ 150ാം ചരമവാർഷികവും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200ാമത്തെ ജന്മവാർഷികവും വരികയാണ്. 1825 അദ്ദേഹം ജനുവരി മാസം ആദ്യവാരത്തിലാണ് പിറന്നത്. അതുപോലെ തന്നെ 1874 ജനുവരി മാസം ആദ്യവാരം തന്നെയാണ് അദ്ദേഹത്തെ ജാതി ഹിന്ദുത്വത്തിന്റെ ശക്തികൾ ചതിയിലൂടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വള്ളത്തിലേക്ക് പരാതി കൊടുക്കാൻ എന്ന വ്യാജേന കയറി കുത്തിക്കൊല്ലുകയും ചെയ്തു. ഗുരുവിന് പോലും മാതൃകയായിരുന്ന മംഗലത്തെ ജ്ഞാനേശ്വരം പ്രതിഷ്ഠ 1852 ഗുരുവിന് മുൻപ് സാധ്യമാക്കിയ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടി ഇതായിരുന്നു: വായനശാല, കളരി, കളിയോഗം, രാപ്പള്ളിക്കൂടം. പ്രത്യേകിച്ചും അടിസ്ഥാന ജനതയായിട്ടുള്ള ദലിത സഹോദരങ്ങൾക്ക് വേണ്ടി രാപ്പള്ളിക്കൂടങ്ങൾ നടത്തുക. കാരണം അവർക്ക് പകൽ സമയത്ത് മുഴുവൻ പണിയാണ്, പാടത്തു നിന്ന് കയറാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ രാത്രിയെങ്കിലും, വൈകുന്നേരങ്ങളിലും രാത്രിയിലും ഗുരു ഒരു റാന്തൽ വിളക്കുമായി വെട്ടൂര് പോയി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ച ഒരു സംഭവം. അപ്പൊ ഇത്തരം വിപുലമായ ചരിത്രങ്ങൾ ഗുരുവിൽ തുടങ്ങുന്നതോ ഒടുങ്ങുന്നതോ അല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന, ആറാട്ടുപുഴയിലേക്ക് പോകുന്ന, അശോകനിലേക്ക് പോകുന്ന കേരളത്തിൻ്റെ പ്രബുദ്ധമായ സംസ്കാരത്തെക്കുറിച്ച്, സംസ്കാര ചരിത്രങ്ങളെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ ജനങ്ങൾക്ക് വളരെ ആവശ്യമായി ഉണ്ടാകേണ്ടത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സംഘടനാ ബോധം പോകുന്നതും വിദ്യാഭ്യാസ ബോധം പോകുന്നതും നമ്മുടെ ജനായത്ത ബോധം അധപ്പതിക്കുന്നതും. ജനായത്തം ഇരുട്ടിലാകുമ്പോൾ പോലും നമ്മുടെ രാജ്യവും ഭരണഘടനയും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ പോലും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക തലമായ സാംസ്കാരിക വിമർശ വിജ്ഞാനീയത്തിന്റെയും തത്വചിന്തയുടെയും തലത്തിലേക്ക് നാം ഉയരുന്നില്ല എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യാഭ്യാസം വേണം. ഗുരു ഉപദേശിച്ച പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും അഷ്ടമാർഗങ്ങളും ബുദ്ധന്റെയാണ് ഒറിജിനൽ അഷ്ടാംഗമാർഗം. അഷ്ടമാർഗം എന്ന് പാലിയിൽ പറയുന്നത് ബുദ്ധന്റെയാണ്. അവിടെയും 5ന്റെയും 8ന്റെയും കണക്കുകളാണ് ഗുരു നേരിട്ട് എടുത്തത്. ഗുരുവിന്റെ അരുൾ അൻപ് അനുകമ്പ
എന്നുള്ള സന്ദേശം തന്നെ ബുദ്ധന്റെ കരുണ, മൈത്രി, മുദിത്വം, പ്രജ്ഞ, ഉപേക്ഷ എന്നീ സന്ദേശങ്ങളുടെ ആ സാരവത്തായിട്ടുള്ള സത്തയിലാണ്. അപ്പൊ അരുളുള്ളവനാണ് ജീവി എന്ന് അദ്ദേഹം പറയുന്നു. അരുളാണ് പ്രധാനം. എന്താണ്? അനുകമ്പാപൂർണമായ അനുകമ്പ മൂന്നിനും പൊരുളെന്നാണ് ഇത് ജീവതാരകം. അരുളുള്ളവനാണ് ജീവി എന്നുരുവിട്ടിയിടുക ഈ നവാക്ഷരി എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അപ്പൊ അനുകമ്പാ ദശകത്തിലും പ്രവാചകനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ബുദ്ധനെ കുറിച്ചുമൊക്കെ പ്രത്യേകം അദ്ദേഹം എടുത്ത് പറയുന്നത് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധമ്മം എന്ന് പറയുന്ന സത്യനീതി ചിന്തയുടെയും പ്രാധാന്യത്തെ ഊന്നാൻ വേണ്ടി. അപ്പൊ ഈ രീതിയിലാണ് അദ്ദേഹം കേരളത്തിന് നേരും നെറിയുമുള്ള ഒരു ആധുനിക ജനായത്വ സംസ്കാരം അടിത്തറയായി പാകിയുറപ്പിച്ചു. അതിൽ ഏറ്റവും നിർണായകമാണ് 24-ലെ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യ സന്ദേശം, വിദ്യാഭ്യാസ സന്ദേശം, സംഘടനാ സന്ദേശം, പിന്നെ അതുപോലെ തന്നെ വായനശാല, വ്യവസായശാല, സാങ്കേതിക വിദ്യ ഒക്കെ സൂചിതമായി. അതിലും ഏറ്റവും പ്രാഥമികമാണ് ഇപ്പോൾ ശതാബ്ദി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വൈക്കം പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുദേവൻ നേരിട്ട് വൈക്കത്ത് സന്ദർശിച്ച 1000 രൂപ കൊടുത്തതിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ വർക്കലയിൽ ഒരു ഹുണ്ടിക തന്നെ സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം സന്യാസ ശിഷ്യരെ വീടാന്തരം ഭിക്ഷയായി പോയി യാചിച്ചെടുത്തുകൊണ്ട് പിടിയരി പോലും, അന്നത്തെ അവർണ സ്ത്രീകൾ സ്വന്തം കഞ്ഞിക്കലത്തിൽ നിന്ന് കൈയിട്ടെടുത്തുകൊണ്ട് പിടിയരി പോലും പിടിച്ച് അത് പണമായിട്ടും മറ്റ് ആഹാരവസ്തുക്കളായിട്ടും കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആശ്രമം പള്ളിക്കൂടമായ വെല്ലൂർ മഠത്തിൽ സത്യഗ്രഹികൾക്ക് അദ്ദേഹം വിട്ടുകൊടുത്തതാണ്. വോളണ്ടിയർ ആശ്രമമായി അദ്ദേഹം വിട്ടുകൊടുത്തതാണ്. അവിടെ വായനശാലയുണ്ടാക്കി, അവിടെ വൈദ്യശാലയുണ്ടാക്കി, അവിടെ ഒരു സ്കൂൾ, രാപ്പള്ളിക്കൂടം തന്നെ അവിടെയും ഉണ്ടാക്കി. അവിടെ ദളിതരായ കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന രാത്രിയിൽ ഇവരൊക്കെ തന്നെ സമരഭടന്മാരടക്കമുള്ള ശിഷ്യർ, സത്യവ്രത സ്വാമികളും നമുക്കറിയാം, കൊട്ടുവയ്ക്കൽ വേലായുധനും ആലമുട്ടിൽ ചാന്നാര് വരെ അവിടെ കിടക്കുകയായിരുന്നു. ടി.കെ. അറസ്റ്റ് ചെയ്തതിന് ശേഷം മിസ്സിസ് ടി.കെ. അടക്കമുള്ളവർ അവിടെ വന്നിരുന്നു. സി.വി. കുഞ്ഞിരാമനും മിസ്സിസ് സി.വി. കുഞ്ഞിരാമനും അടക്കമുള്ളവർ അവിടെ പോയി. അപ്പൊ ഇവരൊക്കെ അവിടെ ദളിതരായ കുട്ടികളെ രാത്രിയിലെങ്കിലും ഇരുത്തി ആ റാന്തൽ വെളിച്ചത്തിൽ അക്ഷരം പകർന്നു കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും ചരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ടായത് എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം 24-ൽ കൊടുത്ത സന്ദേശമാണ് ഏറ്റവും പ്രധാനം. അത് മറ്റൊന്നുമല്ല, പ്രവേശനം. എല്ലാ പൊതുമണ്ഡലങ്ങളിലും മനുഷ്യർക്ക് പ്രവേശനം. മനുഷ്യർ ജന്മനാ തന്നെ തുല്യരാണ്, സഹോദരങ്ങളാണ്. അപ്പൊ മനുഷ്യനിൽ നിന്ന് അകറ്റരുത്, മനുഷ്യന് പ്രവേശനം നിഷേധിക്കരുത്. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ലൈംഗികതയുടെയും മറ്റല്ലെങ്കിൽ ഭാഷയുടെയും മതത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കരുത്, മനുഷ്യന് പ്രവേശനം നിഷേധിക്കരുത്. പൂച്ചയ്ക്കും പട്ടിക്കും കാക്കയ്ക്കും കടക്കാൻ കഴിയുന്ന ഇടവഴികളിൽ മനുഷ്യന് സഞ്ചാരം നിഷേധിക്കരുത്. അത് മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണ്. അത് ഏറ്റവും വലിയ നെറികേടാണ്. നീതിയും സത്യവുമില്ലാത്ത പരിപാടിയാണ്. അത് അവസാനിപ്പിക്കണം. പ്രവേശനം അഥവാ പ്രാതിനിധ്യം. ജനായത്വത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ പ്രവേശനം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാതിനിധ്യം നിഷേധിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ സഭകളിലും എല്ലാ പൊതുമണ്ഡലങ്ങളിലും സ്വകാര്യ ഭൂമിയിലോ അല്ലെങ്കിൽ സ്വകാര്യ വീടുകളിലോ നിങ്ങൾക്ക് അവർക്ക് പ്രവേശനം നിഷേധിക്കാം. പക്ഷേ ഒരു ആരാധനാ സ്ഥലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ അശോകൻ സംഘാരാമമായിരുന്ന 1806-ലെ ദളവാക്കുളം പോരാട്ടം തന്നെ അതിനു വേണ്ടിയായിരുന്നു. ഇതിനകത്ത് നിൽക്കുന്ന പനച്ചിക്കൽ കാവ് ഇത് ബഹുജനങ്ങളുടേതാണ്. ഇപ്പോൾ അവർ തൊട്ടുകൂടാത്തവരാക്കപ്പെട്ട പ്രബുദ്ധരായ ജനങ്ങളുടേതാണ്. അതാണ് പിന്നെ നമ്മുടെ പ്രിയദർശൻ സാറ് പറഞ്ഞത്, പ്രബുദ്ധരായിരിക്കുന്നവരെ വീണ്ടും പ്രബുദ്ധരാകാൻ അദ്ദേഹം ഉപദേശിക്കുകയില്ല, മറിച്ച് സ്വതന്ത്രരാകാനാണെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഈഴം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അർത്ഥമറിയില്ല. സംസ്കൃതത്തിൽ പറഞ്ഞാലേ നമുക്ക് അർത്ഥമറിയുള്ളൂ. ഈഴവർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തമിഴ് തായ് ഭാഷയിലുള്ള നമ്മുടെ മൂലം കിടക്കുന്ന ദക്ഷിണേന്ത്യയുടെ 3000 വർഷത്തോളം പഴക്കമുള്ള 2800 പട്ടണം ഉദ്ഘടനം, അതുപോലെ തന്നെ കീഴടി എക്സ്കവേഷൻസ്, ഇതിലൂടെയൊക്കെ വെളിപ്പെട്ടിട്ടുള്ള ധമ്മലിപി, അശോകൻ ബ്രാഹ്മി ഒക്കെ വെളിപ്പെടുത്തുന്നത് പോലെ
ഏതാണ്ട് ബുദ്ധന്റെ കാലത്തോളം, അതായത് ചുരുങ്ങിയത് 2600 വർഷങ്ങളോളം പഴക്കമുള്ള വാക്കാണ് ഈഴം എന്ന് പറയുന്നത്. നമുക്കറിയാം അരുത്തപ്പട്ടി, അളകാർമലൈ, കീഴവളവ്, ഈ മാങ്കുളം, ഇങ്ങനെ നിരവധി തമിഴകത്തുള്ള നിരവധി ശിലാലിഖിതങ്ങൾ, എപ്പിഗ്രാഫിക്കൽ എവിഡൻസുകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ സൂചിപ്പിക്കുകയാണ് ഈഴവൻ, ആദൻ തുടങ്ങിയ വാക്കുകൾ. എന്നാണിത്? ഈഴം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്. ഈഴം എന്ന് പറഞ്ഞാൽ ഇഴചേർന്നിരിക്കുന്നത്. ഇതിനെ സംസ്കൃതത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ നാമങ്ങളെയും സ്ഥലനാമങ്ങളെയും ഭൂമികളെയും സംസ്കൃതത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. അത് പിന്നീട് 7-8 നൂറ്റാണ്ടിന് ശേഷം മഹായാനത്തിലൂടെയും ബ്രാഹ്മണീകരണത്തിലൂടെയും ആര്യവൽക്കരണത്തിലൂടെ സ്ഥാപിതമായ ഒരു ഭാഷയാണ്. അതിന്റെ ഇന്നത്തെ ഉപയോഗിക്കുന്ന ദേവനാഗരി ലിപി തന്നെ 14-15 നൂറ്റാണ്ടിന് ശേഷം, മധ്യകാലത്തിന് ശേഷം നാഗജനതയുടെ നാഗരിയിൽ നിന്ന് വരേണ്യവൽക്കരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പ്രാകൃതമായ പ്രകൃതിജന്യമായ സ്വാഭാവിക ജനഭാഷകളിൽ നിന്ന് പൗരോഹിത്യ വരേണ്യത, പാണ്ഡിത്യമന്യത കൃത്രിമമായി കള്ളിൽ നിന്ന് ചാരായം എന്ന പോലെ വാറ്റിയെടുത്തുണ്ടാക്കുന്നതാണ് ഈ സംസ്കൃതം എന്ന് പറയുന്നത്. ഇപ്പൊ സംസ്കൃതത്തിൽ നമ്മുടെ പ്രദേശത്തിനോ നാം ചവിട്ടി നിൽക്കുന്ന ഭൂമിക്കോ മണ്ണിനോ അർത്ഥങ്ങളില്ല. ഈഴം എന്ന് പറഞ്ഞാൽ ഇഴചേർന്നിരിക്കുന്നത്, ഇഴപ്പെരുക്കമുള്ളത്, ഇഴയടുപ്പമുള്ളത്, ഇഴുകിച്ചേരുന്നത്, മൈത്രി ബന്ധത്തിൽ ഇഴുകിച്ചേരുന്നത്, ഒരു ചരടിലെന്നതുപോലെ. ബുദ്ധവിഹാരങ്ങളിൽ പോയാൽ നമുക്ക് കാണാം, ഒരു ചരടിലൂടെയാണ് അവരാദ്യം ബന്ധിപ്പിക്കും. ആ ചരടിലൂടെയാണ് പിന്നീട് ബുദ്ധന്റെ വന്ദനങ്ങളും ഈ പഞ്ചശീലങ്ങളും അഷ്ടമാർഗങ്ങളും ഒക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇഴപ്പെരുക്കമുള്ളത്, നെയ്ത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഉള്ള ഒരു രൂപകമാണ് ഈഴവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഈഴവർ ഒരു ജാതിയല്ല, ഹിന്ദുമതത്തിലെ ഒരു ജാതിയല്ല, മറിച്ച് കേരളത്തിലെ ഒരു അടിസ്ഥാന ജനതയാണ് എന്ന് പറഞ്ഞു. പ്രൊഫസർ ഇളംകുളം അടക്കമുള്ള കേരള ചരിത്രത്തിന്റെ ആധുനിക വിധാതാക്കൾ ഇതിനെ ഉപജീവിച്ചുകൊണ്ട് ഈഴവരെ കുറിച്ച് ഇഴചേർന്ന സംഘത്തിന്റെ, ഇഴചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇഴയെടുപ്പമുള്ളത്, സംഘടിതമായിട്ടുള്ളത്, സംസ്കൃതത്തിൽ പറയുമ്പോൾ സംഘടിതമായിട്ടുള്ളത് അല്ലെങ്കിൽ സംഘം എന്ന ഗുരുവിന്റെ ശ്രീനാരായണ ധമ്മ പരിപാലന സംഘം എന്ന് പറയുന്ന ആ സംഘത്തിന്റെ, അതും ബുദ്ധന്റെ ആശയം തന്നെയാണ്. 2600 വർഷം മുമ്പ് ബുദ്ധം, ധമ്മം, സംഘം, ത്രിരത്നങ്ങൾ അല്ലെങ്കിൽ ത്രിശരണങ്ങൾ. ശബരിമലയ്ക്ക് തീർത്ഥാടനം ഇപ്പോൾ സജീവമായി ജനുവരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ശരണം വിളിക്കുകയാണ്. എന്താണ്? സ്വാമിയെ, അയ്യപ്പോ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അയ്യൻ, പുത്തൻ, നീലൻ, കുട്ടൻ എന്നൊക്കെ ഉള്ളത് തന്നെ ഗ്രാമ്യ പദാവലിയിൽ, പ്രാചീന ദ്രാവിഡ തമിഴ് വഴക്കങ്ങളിൽ, മൊഴി വഴക്കങ്ങളിൽ ബുദ്ധനെ സൂചിപ്പിക്കുന്ന പദാവലി തന്നെയാണ്. അപ്പൊ ആ ശരണം വിളിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന് പള്ളിക്കെട്ട്, ഇരുമുടിക്കെട്ടിന് പള്ളിക്കെട്ടെന്നും ശബരിമലയെ പള്ളിമാമല എന്നൊക്കെ തന്നെ വിളിക്കുന്നത്. നമുക്കറിയാം, അയ്യപ്പ തിന്തകത്വവും എന്നൊക്കെ പറഞ്ഞാലും ത്രിശരണങ്ങളാണ്. തിം പ്രാകൃത വാക്കുകളാണ്, പാലിയിലാണ് അത് വരുന്നത്. ബുദ്ധമതത്തിന്റെ ഭാഷയായിരുന്നു ആ പാലി. അതിൽ നിന്നാണ് തിൻ തകത്വവും. തിൻ എന്ന് പറഞ്ഞാൽ 3. ഇപ്പോഴും നമ്മുടെ ഹിന്ദിയിലും അത്തരം പ്രാകൃത ഭാഷകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രാകൃത വാക്കുകൾ ആധുനിക ഹിന്ദിയിലുമുണ്ട്, സംസ്കൃതവൽക്കരിച്ചെങ്കിൽ പോലും. അപ്പൊ ആ തീം തക എന്ന് പറഞ്ഞാലും തർക്ക എന്നാണ് സംസ്കൃതത്തിൽ പറയുമ്പോൾ തർക്ക. ബുദ്ധിസത്തിലെ ധമ്മ എന്ന് പറയുന്നതാണ് സംസ്കൃതത്തിൽ ധർമ്മം എന്നാക്കുന്നത്. അതുപോലെ തന്നെ കമ്മ എന്ന് പറയുന്നതിനെയാണ് കർമ്മം, ചില്ലക്ഷരം ചേർക്കും, ചേർക്കും. അതാണ് തർക്കമാണ് തക. അപ്പൊ ആ സ്വാമിയാകട്ടെ, അയ്യപ്പനാകട്ടെ, മുനിയാകട്ടെ, ആണ്ടവനാകട്ടെ, ആണ്ടിയാകട്ടെ, ഇതൊക്കെ ബുദ്ധസൂചകങ്ങളായ പദാവലികളാണ്. അപ്പൊ ആ സംഘത്തിന്റെ സ്വന്തം ജനത എന്ന അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഈഴവർ എന്ന സമുദായ നാമം സംഘകാലം മുതൽ, സംഘകാലം വരുന്നതും ബുദ്ധന്റെ ഈ ത്രിരത്നങ്ങളിലാണ്. സംഘം, സംഘസംസ്കാരവും സംഘസാഹിത്യവും. ഇതൊക്കെ പഠിപ്പിക്കാതെ തിരുക്കുറൾ അടക്കമുള്ള നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തമിഴ്, പ്രാചീന തമിഴ് ആദിഭാഷയായ തമിഴിലുള്ള തെക്കേ ഇന്ത്യയിലെ പ്രാകൃതം എന്ന് ബാബാ സാഹേബ് അംബേദ്കർ തന്നെ വിശദീകരിച്ച തമിളം അല്ലെങ്കിൽ തമിഴത്തിന്റെ ഈ വിശ്വവിജ്ഞാനീയം, സംഘസാഹിത്യം, സംഘസംസ്കാരം, പഞ്ചമഹാകാവ്യങ്ങൾ, സിലപ്പതികാരം, മണിമേഖലൈ, വളയാപ്പത്തി, കുണ്ടലകേശി, ജീവക ചിന്താമണി, തിരുക്കുറൽ എന്നടക്കം ഗുരുദേവനെ കുറിച്ച് തന്നെ കവികൾ എഴുതിയത്, പാട്ടുകളിൽ തിരുക്കുറൽ പാടിയ ഗുരുദേവൻ. എന്താണ്?
അരുളിൻ്റെ, ഞാൻ മുൻപ് പറഞ്ഞ അരുളൻ പനുകമ്പ, അത് തിരുവള്ളൂരിലാണ് ഏറ്റവും അധികം അരുൾ എന്ന വാക്കിനെ കുറിച്ച് പറയും. പിന്നീട് ബുദ്ധനിലാണ് മഹാകരുണ, മഹാമൈത്രി എന്ന സങ്കല്പം കാണും. അപ്പൊ ആ 2600 വർഷത്തെ ബുദ്ധനിൽ ആരംഭിച്ച് തമിഴകത്തെ സിദ്ധപാരമ്പര്യത്തിൽ തിരുവള്ളൂരിൽ അടക്കം വന്നിട്ടുള്ള, അതുപോലെ അയ്യാ വൈകുണ്ഠനിൽ വന്നിട്ടുള്ള, തൈക്കാട് അയ്യാവിൽ വന്നിട്ടുള്ള, ചട്ടമ്പി സ്വാമിയിലൊക്കെ വരുന്ന ആ രീതിയിലുള്ള തമിഴക സിദ്ധ പാരമ്പര്യത്തിന്റെ വലിയ പ്രാചീനത, പ്രബുദ്ധമായ ഒരു വംശാവലി ഗുരുദേവനിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും അനുകമ്പയെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, മൈത്രിയെക്കുറിച്ച് ദ്രാവിഡ പദാവലിയിൽ അരുൾ അൻപനുകമ്പ എന്ന രീതിയിൽ അദ്ദേഹം ഉപദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മഹാകവികളടക്കം കേരള ഭാഷയുടെ മർമ്മം കണ്ടിട്ടുള്ള മൂലൂരടക്കം കേരളത്തിലെ ആദ്യത്തെ അംഗീകരിക്കപ്പെട്ട പോരാട്ടത്തിലൂടെ, അക്ഷര സമരങ്ങളിലൂടെ, സാഹിത്യ സംഗ്രാമങ്ങളിലൂടെ സാഹിത്യരംഗത്ത് കുതിച്ചു കയറിയ മൂലൂർ പത്മനാഭ പണിക്കരടക്കം അദ്ദേഹത്തിനെ പ്രത്യഗ്ര ബുദ്ധൻ എന്നാണ് പറയുന്നത്. 1924 അദ്ദേഹം എഴുതിയ സാഹോദര്യം എന്ന കവിത വൈക്കം പോരാട്ട ഭൂമികയിൽ എഴുതിയതാണ്. ഗുരുവിനെ തടഞ്ഞതിനെ കുറിച്ചാണ്. ഇണ്ടം തുരുത്തി വീടെ ചീട്ട് കിട്ടണം പോലും, വെമ്പനാട്ടുകായലിൽ മുങ്ങി മരിക്കാൻ പോലും, ഇണ്ടം തുരുത്തിയുടെ ചീട്ട് കിട്ടണം പോലും, ഹൈന്ദവരല്ലാത്തവർക്കു സഞ്ചരിക്കാം, അവർണ ഹിന്ദുക്കൾക്കാവതില്ല ആ വഴി നടക്കുവാൻ, ഹിന്ദു സാമ്രാജ്യത്തിൽ നിന്ന് ഇത്തരം വിധികൾക്ക് എന്തിനീ ഹിന്ദുമതം എന്നാണ് 24 കരപ്പുറം സഹോദര സംഘത്തിനു വേണ്ടി, സഹോദരനായിരുന്നു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, സഹോദരൻ പറഞ്ഞിട്ടാണ് ബുദ്ധന്റെ ധമ്മപദം പാലിയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്ത് കവിതയാക്കി മാറ്റിയത്, മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നത് മൂലൂരാണ്. 1917 ഇന്നും നിലനിൽക്കുന്ന ഒരു സർവസാഹിതീയമായ കാവ്യാത്മകമായ പദ്യ വിവർത്തനം മൂലൂരിൻ്റെയാണ്. നിരവധി പരിഭാഷകൾ ധമ്മപദത്തിനുണ്ടായിട്ടുണ്ട്, പക്ഷേ മൂലൂരിൻ്റെതാണ്. അപ്പോൾ മൂലൂരാണ് ഗുരുവിൻ്റെ ആശീർവാദത്തോടുകൂടി ധമ്മപദത്തിന് ഭാഷയിൽ മൊഴിമാറ്റം ചെയ്തത്, പദ്യ കാവ്യ വിവർത്തനം ചെയ്തത്, ഇന്നും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുറുമ്പൻ ദൈവത്താനുമായി ചേർന്നുകൊണ്ട് ദലിത് നേതാവായിരുന്ന, പ്രജാസഭാ അംഗമായിരുന്ന മൂലൂർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ അടക്കം, സെക്കൻഡിങ് അടക്കം നടത്തിയത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രജാസഭയിൽ അടക്കം പാടി വിശദീകരിക്കാൻ വേണ്ടിയാണ് പുലവൃത്തങ്ങൾ, പ്രാചീനമായിട്ടുള്ള പുലവൃത്തങ്ങൾ മൂലൂർ തന്നെ ചമയ്ക്കണം എന്നാണ് ഇവിടെ വന്ന് പപ്പടം പൊടിച്ച നമ്മുടെ ഉള്ളൂർ എസ് പരമേശ്വരയ്യരടക്കം, മഹാകവി ഉള്ളൂരടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന കേരള സാഹിത്യ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്, പുലവൃത്തം എഴുതണമെങ്കിൽ അത് മൂലൂരിനെ കഴിയൂ. കാരണം പണ്ടത്തെ പാക്കനാരോടറിയുക, പുലയനാരോടും ഈ രേഖമൂന്നി ഷണ്ഠയ്ക്കോതുന്നുവോ ഹൃദയം അതിനിടുക്കേറുവൻ സൂത്രധാര എന്നാണ് ചില്ലുവഴക്കിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അവർണ്ണന് കവിയായിട്ട് ഇറന്ന ആ ചില്ലക്ഷരം ഞാൻ മുമ്പ് പറഞ്ഞു. ധമ്മത്തെ ധർമ്മമാക്കി, കമ്മത്തെ കർമ്മമാക്കി, അച്ഛനെ അച്ഛനാക്കി, അപ്പനെ അബ്ധനാക്കി, ഇങ്ങനെയൊക്കെ മാറ്റി കൃത്രിമ വരണ്യ ശബ്ദ ശോഭയോടുകൂടി രസിച്ചുകൊണ്ടിരുന്ന ഹൃദയത്തിനിടുക്കേറിയ ജാതി ഹിന്ദുത്വത്തോട് മുലൂര് ചോദിച്ചതാണ്, ഹൃദയം അതിനിടുക്കേറുവൻ സൂത്രധാര എന്ന് ചോദിച്ചത്. പണിക്കനാക്കുന്നു പണിക്കരെയും, പണിക്കരാക്കുന്നു പണിക്കനെയും. ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ ഇറും ഇന്നും ചില്ലക്ഷരത്തിൽ വല്ല ഭേദവുമുണ്ടോ? മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും ഭേദമുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അമ്പനാട്ട് പണിക്കന്മാരെ പോലും പണിക്കറിന് പകരം പണിക്കനാക്കുന്ന ഇപ്പോഴും മാധ്യമങ്ങൾ ആവർത്തിക്കുന്ന തെറ്റുകളാണ്. വലിയ കുറ്റകരമായ ജാതി കുറ്റകൃത്യങ്ങളാണ്, ജാതിത്തെറികളാണ് വിളിക്കുന്നത്. കേരളത്തിൽ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ പിന്നോട്ടടികൾ സംഭവിച്ചു. സാക്ഷാൽ നമ്മുടെ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ പോലും ജാതിത്തെറി കേൾക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. 2018 നടന്ന ശബരിമലയെ ശബരിമലയാക്കി സംസ്കൃതവൽക്കരിച്ച് ശബരിയെ ഉണ്ടാക്കി, ശബരിയെ രാമായണവുമായി ബന്ധിപ്പിച്ച് ശബരിമലയെ രാമവൽക്കരിക്കുന്ന, ശരിക്കും തമിഴ് സംഘ സാഹിത്യത്തിൽ ശബരിമല എന്നാണ്. ശബരിമാനുകൾ, മ്ലാവുകൾ, സാമ്പർ ഡിയർ എന്ന് പറയുന്ന ശബരിമാനുകൾ മേഞ്ഞ മലയാണ് ശബരിമല. സംഘസാഹിത്യത്തിൽ അടക്കം 18 അകനാനൂറ്, പുറനാനൂറ് ഇങ്ങനെ പറയുന്ന 18 മേൽക്കണക്ക് കീഴ്ക്കണക്കിലൊക്കെ തന്നെ ശബരിമലയാണ് പരാമർശം. അതിനെ ശബരിമലയാക്കി 1903 ഗുരു ഈ സംഘടന, അദ്ദേഹത്തിന്റെ ധമ്മ പരിപാലന സംഘം സ്ഥാപിച്ചതിനു ശേഷം ആന്ധ്രത്ത് നിന്ന് തിരുവിതാംകൂർ ഭരണകൂടം കൊണ്ടുവന്ന് സ്ഥാപിച്ചു ബ്രാഹ്മണിക
പൗരോഹിത്യ തന്ത്രിമാരെ അവിടെ സ്ഥാപിച്ചു. അതുപോലെ ചീരപ്പഞ്ചിറ മൂപ്പീന്നിന്റെ നേതൃത്വത്തിലായിരുന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട പ്രബുദ്ധ പാരമ്പര്യമുള്ള ഈഴത്തിന്റെ അല്ലെങ്കിൽ സംഘത്തിന്റെ പാരമ്പര്യമുള്ള ചീരപ്പഞ്ചിറ മൂപ്പീന്നായിരുന്നു അവിടെ മുൻനിന്നുകൊണ്ട് മുസ്ലിങ്ങളും നമുക്കറിയാം വാവർ സ്വാമി അടക്കമുള്ളവർ ആയുർവേദ ഗുരുഭൂതൻ എന്നാണ് ഒരു പുരാലിഖിതത്തിൽ ഒരു നീട്ടിൽ ഓലയെഴുത്തിൽ കാണുന്നു ആരെ വാവർ സ്വാമിയെ കുറിച്ച്. അതുപോലെ തന്നെ മലയരേരും അതുപോലെ ഉള്ളാടരും എല്ലാ ദലിതരും ആദിവാസികളും മുസ്ലിങ്ങളടക്കമുള്ള ജനങ്ങൾ, കാരണം പ്രബുദ്ധമായ ഒരു സംഘാരാമവും ഒരു ബൗദ്ധ പള്ളിയായിരുന്നു അത്. അതിനാണ് 1903 മുതൽ വാർഡ് കോർണർ. അതുപോലെ നിരവധി കൊളോണിയൽ ബ്രിട്ടീഷ് സർവേയർ അവരൊക്കെ സർവേ നടത്തിയ സമയത്ത് ശബരിമല അല്ലെങ്കിൽ സവരിമല, തമിഴിൽ ചായും സായും മാറും, അങ്ങനെയാണ് എസ് എന്നുള്ള സ്പെല്ലിംഗ് ആണ് അവർ ഉപയോഗിച്ചത്. വാർഡ് കോർണർ അടക്കമുള്ള 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിൽ സർവേ ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർമാരും സർവേയേഴ്സൊക്കെ ഹിസ്റ്റോറിയൻസൊക്കെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1903 ശേഷമാണ് സംസ്കൃതവൽക്കരണ, ഹൈന്ദവവൽക്കരണ, ബ്രാഹ്മണിക വരേണ്യ അജണ്ടയുടെ ഭാഗമായി അതിനെ ശബരിമലയാക്കി. രാമായണത്തിലാണ് ശബരി. അപ്പൊ രാമൻ അവിടെ വന്ന് ആ പഴം കടിച്ചു എന്ന കഥയുണ്ടാക്കി രാമവൽക്കരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ നടത്തിയതാണ്. അതിനുശേഷം 1980-കൾ വരെ സ്ത്രീകൾ അവിടെ കയറിക്കൊണ്ടിരുന്നു. നമുക്കറിയാം ലക്ഷ്മി രാജീവ് അടക്കം അവിടെ പോയ ഫോട്ടോഗ്രാഫ് വരെ അവർ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു. അവിടെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല എന്ന് ഇത് കൊണ്ടുവന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിരിച്ചു ഒരു ആരാധനാ സ്ഥലം അത് പൊതുസ്ഥലമാണെങ്കിൽ, വർഷിപ്പിംഗ് പ്ലേസ്, ഇഫ് ഇറ്റ് ഈസ് എ പബ്ലിക് സ്പേസ്, വിമൻ ഓഫ് ഓൾ ഏജസ് ക്യാൻ എൻറ്റർ ദർ. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക്, യുവതികൾക്ക് എന്നല്ല എല്ലാ മനുഷ്യർക്കും, ഏത് മനുഷ്യരുടെ ഏത് ആരാധനാ സ്ഥലവും പൊതുസ്ഥലമാണ്. അവിടെ എല്ലാ ജാതി മത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള ലിംഗവിഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾക്കും പ്രവേശം വേണ്ടതാണ്. അതാണ് ഗുരുവിന്റെ തത്വം. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലതില്ല. അതിനുവേണ്ടിയാണ് 24-ലെ സന്ദേശം കൊടുത്തത്. മനുഷ്യരെന്ന നിലയിൽ എവിടെ പ്രവേശനവും പ്രാതിനിധ്യവും നിഷേധിക്കുന്നോ അവിടെയൊക്കെ കടന്നു കയറണം. വേലി കെട്ടിയാൽ അതിന് മുകളിൽ കൂടി കടന്നു കയറണം. അടച്ചു വച്ചിരിക്കുന്ന പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കണം. എല്ലാവരും കയറണം, എപ്പോഴും കയറണം, എന്നും കയറണം എന്ന അസന്നിഗ്ധമായ സന്ദേശം. നിർഭാഗ്യകരമെന്ന് പറയാം, ഉടനെ തന്നെ ഗാന്ധിജിയെ ഇവിടുത്തെ സവർണ ഹൈന്ദവ ജാതിശക്തികൾ എഴുതി അറിയിച്ചു. ഗാന്ധിജി അവിടെ ഇരുന്നു കൊണ്ട്, ഉത്തരേന്ത്യയിൽ ഇരുന്നു കൊണ്ട്, ഗുജറാത്തിലോ മറ്റോ ഇരുന്നു കൊണ്ട് ഹരിജനിൽ ഒരു കുറിപ്പങ്ങ് എഴുതി. എന്നാണ് തീയന്മാരുടെ ആത്മീയ ഗുരുവായിട്ടുള്ള നാരായണ ഗുരു ഇതാ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന മട്ടിൽ അദ്ദേഹം യഥാർത്ഥ സംഗതികളെ നോക്കാതെ എഴുതി വിട്ടു. അപ്പൊ ഗുരുവിന് അത് തിരുത്തി അടിയന്തരമായി അദ്ദേഹം CO കേശവനുമായി നടത്തിയ ഇന്റർവ്യൂ അദ്ദേഹം തിരുത്തി വിശദീകരിച്ചു. ഞാൻ പറഞ്ഞത് കലാപത്തിനുള്ള ആഹ്വാനമല്ല, ഹിംസയ്ക്കുള്ള ആഹ്വാനമല്ല, മറിച്ച് ജാതി അയുദ്ധത്തിനെതിരായിട്ടുള്ള സമരമാണ്, സഹന സമരമാണിത്. കയറണം, അടി കിട്ടും, പക്ഷേ തിരിച്ചടിക്കരുത്, വേണമെങ്കിൽ മരിക്കാനും മടിക്കരുത്, അങ്ങനെയും പ്രസ്താവന. അപ്പൊ അതാണ് നാം പറഞ്ഞത്, പരിപൂർണമായ അഹിംസാ മാർഗത്തിലൂടെ, പരിപൂർണമായ സമാധാന ജനായത്ത പാതയിലൂടെ മനുഷ്യത്വത്തിനു വേണ്ടിയുള്ള, പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുക എന്ന സന്ദേശമാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത്. പിന്നീട് 24-25 സന്ദർഭത്തിൽ ഗോൾവൽക്കറുടെയും മറ്റും ഹിന്ദുത്വ, സവർക്കറുടെ ഹിന്ദുത്വ എന്ന ആശയം വന്ന സമയത്ത് തന്നെ 25-ൽ RSSന്റെ സ്ഥാപനം നടന്ന സന്ദർഭത്തിൽ തന്നെ 10-12 ദിവസത്തിനുള്ള, ഒരാഴ്ചക്കുള്ള അദ്ദേഹം ഒരു പ്രസ്താവനയും കൂടെ നടത്തി. ഹിന്ദുമതം എന്ന ഒരു മതം തന്നെ ഇല്ലല്ലോ, ഉള്ളത് ശൈവം, വൈഷ്ണവം, ശാക്തേയം, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ഇങ്ങനെ 10-18 എണ്ണം ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒറ്റ മതം എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ മതങ്ങളെയും കൂടി മനുഷ്യമതം അല്ലെങ്കിൽ ലോകമതം എന്ന് പറഞ്ഞാൽ പോരെ എന്ന അസന്നിഗ്ധമായ മറ്റൊരു പ്രസ്താവന 25-ൽ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ 27-ലെ പള്ളാത്തുരുത്തി സന്ദേശം അടക്കമുള്ള അദ്ദേഹത്തിന്റെ അവസാന സംഘടനയെക്കുറിച്ചുള്ള സന്ദേശം ഇന്നും വർത്തമാനത്തിലും ഭാവിയിലും ഏറ്റവും നിർണായകമാണ്. നമ്മുടെ പിഴവുകളും തെറ്റുകളും തിരുത്താൻ വേണ്ടി
അതാണ് ജാതി മതഭേദം കൂടാതെ സംഘത്തിലേക്ക് ആൾക്കാരെ പ്രവേശിക്കണം. ജാതി മതഭേദം കൂടാതെ സംഘത്തിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മാനുഷിക തത്വം മുന്നോട്ട് പോകൂ, സംഘടന വളരൂ എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശവും കൂടി നമ്മുടെ പിഴവുകളും തെറ്റുകളും തിരുത്താൻ, അടിസ്ഥാന ജനതയോട് നഷ്ടപ്പെട്ടു പോയ സാഹോദര്യം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഗുരുവിന്റെ 24-ലെ 25-ലെ 27-ലെയും സന്ദേശങ്ങൾ, പ്രാതിനിധ്യ പ്രവേശ സന്ദേശം, പ്രത്യേകിച്ചും സവർണ സാമ്പത്തിക സംവരണത്തിലൂടെ നമ്മുടെ ബഹുജനങ്ങളുടെ ജനായത്ത പ്രാതിനിധ്യം തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ള ഈ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, അതുപോലെ തന്നെ സംഘടനയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ഗുരുദർശനത്തെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ, ഈ 3 സന്ദേശങ്ങൾ വളരെ പ്രാഥമികമാണ് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്ന ശിവഗിരി മഠത്തെയും ഇതിന്റെ സംഘാടകരെയും സുഹൃത്തുക്കളെയും കേട്ടിരുന്ന സഹോദരങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.